الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തു അൽ അൻആമിലെ 153-ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. وأن هذا നിശ്ചയമായും ഇത് ഈ പറഞ്ഞ കാര്യം സിറാത്തി മുസ്തഖീമ എൻ്റെ നേരായ വഴി തന്നെയാകുന്നു. മുസ്തഖീം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയണ വാക്കാണല്ലോ, ചൊവ്വായത് നേരായത്. ഫത്തബിഊഹു നിങ്ങൾ അതിനെ പിൻപറ്റണം, പിന്തുടരണം. വലാ തത്തബിഉ സുബുല മറ്റു വഴികളെ പിന്തുടരാൻ പാടില്ല, പിന്തുടരരുത്. ഫതഫറഖ ബിക്കും അൻ സബീലിഹി അപ്പോൾ നിങ്ങൾ അവൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും, വ്യതിചലിച്ചു പോകും. ദാലിക്കും വസ്വാക്കും ബിഹി അതൊക്കെയാണ് അവൻ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നത്, ഗൗരവമായി ഉപദേശിക്കുന്നതും. ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ ദൈവഭക്തിയുള്ളവരാകാൻ. ഒന്നുകൂടെ അർത്ഥം പറയാം. വ അന്ന ഹാദാ തീർച്ചയായും ഇത് സിറാത്തി മുസ്തഖീമ സിറാത്തി എൻ്റെ വഴിയാകുന്നു. മുസ്തഖീമൻ ഏറ്റവും നേരായ ചൊവ്വായ വിധത്തിലുള്ള വഴിയാകുന്നു. ഫത്തബിഊഹു നിങ്ങൾ അതിനെ പിന്തുടരണം. വലാ തത്തബിഉ സുബുല മറ്റു വഴികളെ പിന്തുടരരുത്. ഫതഫറഖ ബിക്കും അൻ സബീലി ഫതഫറഖ ബിക്കും അപ്പോൾ നിങ്ങളെയും കൊണ്ട് അത് തെറ്റിപ്പോകും, വ്യതിചലിച്ചു പോകും. അൻ സബീലിഹി അവൻ്റെ മാർഗത്തിൽ നിന്ന്. ദാലിക്കും വസ്വാക്കും ബിഹി ഇതൊക്കെയാണ് അവൻ നിങ്ങളെ ഗൗരവമായി ഉപദേശിക്കുന്നത്. ലഅലക്കും തത്തഖൂൻ നിങ്ങൾ തഖ്വ ഉള്ളവരായിത്തീരുന്നതിന്. നമ്മൾ 151, 152 സൂക്തങ്ങളിൽ അല്ലാഹു തആല വളരെ ഗൗരവമായി നാം പാലിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള 10 കാര്യങ്ങളെ മനസ്സിലാക്കി. ആ 10 കാര്യങ്ങൾ, ഒന്ന് ശിർക്ക് ചെയ്യരുത് എന്നതാണ്. രണ്ടാമത്തേത് മാതാപിതാക്കളോട് ഏറ്റവും ഉത്തമമായ വിധത്തിലായിരിക്കണം നിങ്ങളുടെ ഇടപെടലുകൾ എന്നാണ്. മൂന്നാമത്തെ കാര്യം ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഭയന്ന് അല്ലെങ്കിൽ ജീവിത പ്രയാസം ഭയന്ന് കുട്ടികളെ കൊല്ലരുത് എന്നതാണ്. നാലാമത്തേത് രഹസ്യവും പരസ്യവുമായ ഒരു മ്ലേച്ഛവൃത്തിയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം അള്ളാഹു വിശുദ്ധമാക്കിയ ജീവനെ ഹനിക്കരുത്, കൊല്ലരുത്. ആറാമത്തേത് അനാഥകളുടെ സമ്പത്തിനെ ഏറ്റവും ഉത്തമമായ വിധത്തിലല്ലാതെ നിങ്ങൾ കൈകാര്യം ചെയ്യരുത്. ഏഴാമത്തെയും എട്ടാമത്തെയും കാര്യമായി കൊണ്ടുപോവാ ഉഹുൽ കൈല വൽ മീസാൻ അളവ് തൂക്കങ്ങളിൽ കൃത്രിമം പാടില്ല, അത് കൃത്യമായിരിക്കണം, അത് നീതിപൂർവമായിരിക്കണം, പൂർണ്ണമായിരിക്കണം. ഒമ്പതാമത്തെ കാര്യം സംസാരത്തിൽ മാന്യതയും നീതിയും ഉണ്ടായിരിക്കണം. ഫഅദിലു അതിൽ അത് ആരുടെ കാര്യത്തിലാണെങ്കിലും നീതിയോടെ, നമുക്ക് വിരോധികളാണെങ്കിലും സത്യവും നീതിയും ധർമ്മവുമായിരിക്കണം പറയുമ്പോൾ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ സൂറത്ത് മാഇദ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടില്ലേ, മാതാപിതാക്കൾക്ക് എതിരാണെങ്കിൽ പോലും. അത് വളരെ ഗൗരവപ്പെട്ട, ഈ പറഞ്ഞതൊക്കെ ഗൗരവപ്പെട്ടത് തന്നെയാണ്, അതൊക്കെ നമ്മൾ പാലിക്കണം. വബി അഹദില്ലാഹി ഔഫു 10ാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ കരാറിനെ പാലിക്കണം. അള്ളാഹുവിനോടുള്ള കരാർ അവന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അവൻ നമ്മളുമായിട്ട് കരാർ ചെയ്തതാണ്. പിന്നെ നമ്മൾ മനുഷ്യർ പരസ്പരമുള്ള കുറേ കാര്യങ്ങളുണ്ട്. കരാർ എഴുതി ഒപ്പിടുന്നും വേണ്ട. അള്ളാഹുവിൻ്റെ
ഏകത്വവും അവൻ്റെ ദീനും അംഗീകരിച്ചു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നതോടുകൂടി ബാധ്യതയായി നമ്മൾ വന്നു ചേരുന്ന കരാറുകളാണ്. നമ്മൾ പരസ്പരമുള്ള ഇടപാടുകൾ മനുഷ്യനും തമ്മിലും അള്ളാഹും തമ്മിലും മനുഷ്യനും ഇതര ജീവജാലങ്ങളും തമ്മിലൊക്കെ ഈ അലിഖിതമായ അതൊക്കെ പാലിക്കണം. അതൊരു 10ാമത്തെ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് അള്ളാഹ് പറയുക അന്ന ഹാദാ സിറാത്തി മുസ്തഖിമ, ഇതാണ് എൻ്റെ നേരായ ചൊവ്വായ വഴി, മുസ്തഖീമായ ഈ വഴിയാണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ആ സിറാത്ത് മുസ്തഖീമാണ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതൊക്കെയാകുന്നു എൻ്റെ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്നത്. സൂറത്ത് മാഇദയിൽ ഇതിനെ സംബന്ധിച്ച് സിറാത്ത് മുസ്തഖീം എന്നുള്ളതിന് സവാഉ സബീൽ, ചൊവ്വായ മാർഗം എന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏകദേശം ഇത് തന്നെയാണ് ആശയം സൂചിപ്പിക്കുന്നത്. സൂറത്ത് അൻആമിലുമുണ്ട് ഈ സിറാത്ത് മുസ്തഖീം സൂചിപ്പിച്ചിട്ട്. വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതെൻ്റെ ചൊവ്വായ വഴിയാണ്. ഫത്തബിഊഹു, അതിന് നിങ്ങൾ പിന്തുടരണം. അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. പിന്തുടരണം, വായിക്കാനല്ല, ഓതാനല്ല, അത് ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ ആ പറഞ്ഞ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒന്നാമത്തെ കാര്യമാണ് അത് ജീവിതത്തിൽ പകർത്തണമെങ്കിൽ. ഡോക്ടർ നമുക്കൊരു കുറിപ്പടി എഴുതി തന്നു ചികിത്സക്ക്, ഇതനുസരിച്ചും ചെയ്താൽ മതിയായിരുന്നു. ഇതനുസരിച്ച് നിങ്ങൾ അപ്പം എന്താ ചെയ്യുക? അങ്ങനെ വായിച്ചുകൊണ്ട് തീർക്കുക. പെരി പോയി കണ്ട് 3 നേരം 5 നേരം വായിക്കുക. അങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന രോഗം മാറുമോ? അതോ അതിൽ പറഞ്ഞ മാതിരി ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞ് മരുന്ന് എഴുതിയിട്ടുണ്ടാവും, ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ ചിട്ടവട്ടങ്ങൾ എഴുതിയിട്ടുണ്ടാകും, ഇന്ന കാര്യങ്ങൾ പരിശോധിക്കണം എന്ന് അതൊക്കെ അതേമാതിരി പ്രവർത്തിക്കണമല്ലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സകലമാന പുഴുക്കുത്തുകൾക്കും രോഗങ്ങൾക്കും മനുഷ്യൻ്റെ വഴികേടുകൾക്കും മരുന്നായി ചികിത്സയായി നൽകിയിട്ടുള്ള ഖുർആൻ. വായിച്ചത് കൊണ്ട് ഈ ഫലമൊന്നും ഉണ്ടാവില്ല. വായിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, വായിക്കുന്നത് ആ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരിക്കണം, ഓതുന്നത് അറിയാൻ വേണ്ടിയായിരിക്കണം. അപ്പോൾ ആലിക്കും വലാ തത്തബിഉ, എന്നിട്ട് പറഞ്ഞു ഫത്തബിഉഹു, ഇത്തബഅ ഇത്തിബാ, നമുക്കറിയണ വാക്കല്ലേ, കൽപ്പനയാണ് ഇത്തബിഉ. അത് ബഹുവചനാക്കും ഇത്തബിഉഹു, അതിനെ പിന്തുടരുക. വലാ തത്തബിഉ സുബുല, മറ്റു മാർഗങ്ങളുടെ, മറ്റു ഇസങ്ങളുടെ, മറ്റു ദർശനങ്ങളുടെ അതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ജീവിത രീതി എന്താണോ, ജീവിതക്രമം എന്താണോ, ജീവിത ആദർശം എന്താണോ അത് ജീവിക്കുക. അങ്ങനെ മറ്റുള്ളതിന് പിന്നാലെ പോയാൽ എന്താ ഉണ്ടാകുക? തഫറക്ക ബിക്കും. തഫറക്ക എന്നാൽ ഭിന്നിച്ചു പോയിന്ന അല്ലേ? ഫിർക്കത്ത്, ഫറക്ക ഒക്കെ നമുക്ക് അറിയണ വാക്കാണല്ലോ. ഭിന്നിച്ചു പോകും. എവിടുന്ന് ഭിന്നിച്ചു പോകും? അൻ സബീൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ ചിന്നിച്ചിതറി ഭിന്നിച്ചു പോകും, വ്യതിചലിച്ചു പോകും എന്നാണ് പരിഭാഷയിലൊക്കെ അതിന് അർത്ഥം കൊടുത്ത കാണാം. അങ്ങനെ ഭിന്നിച്ചു പോകുക. അള്ളാഹുവിൻ്റെ മാർഗം വിട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ സിറാത്ത് മുസ്തഖീം വിട്ടുകൊണ്ട് മറ്റു മാർഗങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുതേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉഹു വലാ തത്തബിഉ സുബുല, സബീൽ സുബുൽ വഴി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളെയും കൂട്ടിയിരിക്കുമ്പോൾ ഒരു നീണ്ട വര വരച്ചു. ഇങ്ങനെ മണലിൽ ഇങ്ങനെ ഒരു വര വരച്ച് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു വര വരച്ചു. ഇങ്ങനെ വര വരച്ചിട്ട് പറഞ്ഞു, ഇതാണ് സിറാത്ത് മുസ്തഖീം, അള്ളാഹിൻ്റെ സബീലുല്ലാഹി സിറാത്ത് മുസ്തഖീം എന്നുള്ളത്, ഇതാണ് സബീലുല്ലാ എന്ന് പറഞ്ഞു. അതിലാ നേരെ ഇതെടുക്കാൻ പോകണം, നേരെ സ്വർഗത്തേക്കുള്ളത്. എന്നിട്ട് ഇവിടെ കുറച്ച് വര വരച്ചു, ഇവിടെ ഇങ്ങോട്ട് കുറച്ച് വര വരച്ചു, ഇവിടെ കുറേ ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട്. ആ വഴിയിൽ ഓരോ പിശാച് കാവൽ ചെയ്ത് ഇതിലങ്ങോട്ട് വരി എന്ന് പറയും. നമ്മൾ അതിലാണ് പ്രവേശിച്ച് പോയാൽ ഈ സവാഹു സബീൽ തെറ്റിയിട്ട് വേറെ എവിടേക്ക് എത്തിച്ചേരുക, അത് നരകത്തേക്ക് എത്തി. അങ്ങനെ നിങ്ങൾ ആ വഴിക്ക് പോകരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2-3 തരത്തിൽ ഉദാഹരണമായിട്ട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. ഒന്നിങ്ങനെയാണ് പറഞ്ഞത്, ഒരു വര വരച്ചിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും, അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്, നിങ്ങൾ ഇതിൽ തന്നെ ചലിക്കണേന്ന്. ഫത്തബിഉഹു വലാ തത്തബിഉ അൻ സബീലി വലാ തത്തബിഉ സുബുല ഫതഫറഖ ബിക്കും അൻ സബീലി, നിങ്ങൾ അവൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കും. ദാലിക്കും വസ്വാക്കും ബിഹി, അതാണ് അവൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നത്. വസിയത്ത് ചെയ്യുന്ന ഗൗരവപ്പെട്ട നിർദ്ദേശം, ഉപദേശം. ലഅല്ലക്കും തത്തഖൂൻ, എന്തിനാണത്? നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ, നിങ്ങൾ മുത്തഖീങ്ങളായി ജീവിക്കാൻ. അവസാനിപ്പിക്കുക. ഒന്നുകൂടെ വാക്കർത്ഥം പറഞ്ഞ് നിർത്താം. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ, തീർച്ചയായും ഇതാകുന്നു എൻ്റെ ചൊവ്വായ വഴി. ഫത്തബിഉഹു, നിങ്ങൾ അതിനെ പിന്തുടരണം. വലാ തത്തബിഉ സുബുല, മറ്റു മാർഗങ്ങളുടെ പിന്നാലെ പോകരുത്. ഫതഫറഖ ബിക്കും അൻ സബീലി, അത് അവൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കും, നിങ്ങളെ വ്യതിചലിപ്പിക്കും. ദാലിക്കും വസ്വാക്കും ബിഹി, അതാകുന്നു അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അവരോട് ഭക്തിയുള്ളവരാകുന്നതിന്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാർഗ്ഗങ്ങൾ തന്നെ പിന്തുടർന്നുകൊണ്ട് അവനോട് ഭക്തിയുള്ളവരാകുന്ന ഭാഗ്യവന്മാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പിശാചിൻ്റെ മാർഗം പിന്തുടർന്ന് നരകത്തിൽ എത്തിച്ചേരാതെ അവൻ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد